ശ്രീ ശശീന്ദ്രൻ, KPCC 100 വീട് പറഞ്ഞു, രാഹുൽ ഗാന്ധി എന്തോ 100 വീട് പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് 10-30 വീട് പറഞ്ഞു. എല്ലാം കൂടി 10-230 വീട് ഇവരുടെ കണക്കിലുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പം പറയുന്നത് സർക്കാർ ലിസ്റ്റ് കൊടുത്തില്ല, സർക്കാർ ഭൂമി കൊടുത്തില്ല, സർക്കാർ സമ്മതിക്കുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ വാഗ്ദാനങ്ങൾ. അതല്ല അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഈ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ദയനീയമല്ലേ? ശ്രീ ശശീന്ദ്രൻ, യോഗം വിളിച്ചു ചേർത്തിട്ടാണ് എങ്ങനെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുള്ള ടൗൺഷിപ്പിന് സർവാത്മന പിന്തുണ കൊടുക്കുകയാണ് അവരതിൽ ചെയ്തിരുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കൽപ്പറ്റയിൽ ബൈപ്പാസ് റോഡിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് എടുത്ത് 750 കോടി രൂപ മുടക്കി സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണങ്ങൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കോൺഗ്രസും ലീഗും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട്, അതുപോലെ തന്നെ ലീഗ് 105 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ലീഗ് വലിയ ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി ആളുകളെ പറ്റിക്കുന്ന രീതിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസ് ആയിട്ട് പണമൊക്കെ പിരിച്ചെങ്കിൽ ആ പണം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, കണക്കും ഇല്ല, ഒന്നുമില്ല. അതിന്റെ പേരിൽ വലിയ ബഹളം അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ജനങ്ങളെ പറ്റിക്കുക, ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പണം പിരിച്ച് ഒരു ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ CPM ആ കാര്യം ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ CPMന്റെ സ്റ്റേറ്റ് നേതൃത്വവും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ദുരന്ത ബാധിതർക്ക് പണം പിരിച്ചാൽ അതിന് രാഷ്ട്രീയം നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്, ആ ദുരന്ത ബാധിതർക്ക് ആ പണം കൊടുക്കണം. അതുകൊണ്ട് പിരിച്ച കാശ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങളെല്ലാം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് അത് ദുരന്ത ബാധിതർക്ക് വേണ്ടി, അതിന്റെ ജാതി മതവും രാഷ്ട്രീയം ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. അവർ ദുരന്ത ബാധിതരുണ്ടോ ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. 405 വീടാണ് കൽപ്പറ്റ ടൗൺഷിപ്പിൽ പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്, കളിസ്ഥലമുണ്ട്, കൺസ്യൂമർ സ്റ്റോറുണ്ട്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാവി ജീവിതം, ഒരു വീടുണ്ടാക്കി താക്കോൽ കൊടുക്കലല്ല, ആ താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഗവൺമെന്റ് തലയിലിട്ട് സർക്കാർ ആർക്കും ഭൂമി ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടേ ഇല്ല. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ഇവർ കൂടെ കൊടുക്കുന്ന കാശ് ഉപയോഗിച്ച് വീടുണ്ടാക്കി കൊടുത്താൽ ഇന്നുന്ന ആൾക്കാരാണ് ഇതിന് സംഭാവന ചെയ്തെന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ടൗൺഷിപ്പിന്റെ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാക്കാനല്ല ഞങ്ങൾ ആലോചിച്ചിരുന്നത്. കേരളത്തിലെ ഗവൺമെന്റ്, ഞങ്ങളല്ല, കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മാണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കാണ് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ വലിയ ഒരു വിഭാഗം ആൾക്കാർ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും വാക്ക് വിശ്വസിച്ച് പോയ ആൾക്കാര് അവരുടെ ഭാവി എന്താന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. സർക്കാരിന്റെ തലയിൽ, കാരണം സർക്കാർ ആർക്കും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം, ഭൂമി വാങ്ങേണ്ട ഉത്തരവാദിത്വം ആർക്കെങ്കിലും സ്വകാര്യമായിട്ടുണ്ടെങ്കിൽ അവർ ഭൂമി വാങ്ങിക്കോട്ടെ, കൊടുത്തോട്ടെ. ഈ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതിൽ നമ്മൾ തടസ്സം നിന്നിട്ടുമില്ല. അങ്ങനെ പോകുന്നവർക്ക് ഗവൺമെന്റ് 15 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വേറെ സ്ഥലത്തായി താമസിക്കുന്നത്, ശരി, നിങ്ങൾക്ക് വേറെ ആൾക്കാർ വീട് വെച്ച് തരുമല്ലോ, നിങ്ങൾക്കൊന്നും ഇല്ല എന്നല്ല ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. 15 ലക്ഷം രൂപ. ഇപ്പൊ ലീഗിന്റെ അവിടെ വീട് വെക്കാന്ന് പറഞ്ഞവർ 105 കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം 15 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് തികച്ചും മാതൃകാപരമായ നിലപാടാണ്, തികച്ചും സുതാര്യമാണ്, ജനാധിപത്യപരമാണ്. ഇതിനകത്ത് സങ്കുചിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത് UDF ആണ്. ആ സങ്കുചിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ ഫലമായി ശിക്ഷിക്കപ്പെടുന്നത് പാവങ്ങളായ കോൺഗ്രസ് UDF വിശ്വാസികൾ കൂടിയായിട്ടുള്ള ദുരന്ത ബാധിതരാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും ഗവൺമെന്റ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വീട് കിട്ടിയില്ലല്ലോ. വാടക ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, വൈദ്യുതി ചാർജ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, ഭക്ഷ്യക്കിറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രതിദിനം 300 വെച്ച് കൊടുക്കുന്നുണ്ട്. ടൗൺഷിപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം തുടരാൻ കഴിയുമെന്ന് ഗവൺമെന്റ് നയപരമായി എടുക്കേണ്ട തീരുമാനം. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നേ ഇല്ല. ഇതാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഭൂമി സർക്കാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം സർക്കാരിന്റെ മേലിൽ കെട്ടിവെച്ച് തെറ്റായ പ്രചരണ കോലാഹലങ്ങൾ നടത്താനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ഇവരതാ ചെയ്തിരുന്നത്. ടൗൺഷിപ്പ് ഏറ്റെടുത്ത അവിടെ കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ബാധ്യത മാനേജ്മെന്റിനായിരുന്നു. അതല്ല, ഗവൺമെന്റാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അവസാനം കോടതിയിൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു. കോടതി പറഞ്ഞതനുസരിച്ച് 13 കോടി രൂപ തൊഴിലാളികൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാനേജ്മെന്റ് കൊടുത്തു. ഇതാണ് ഇവരുടെ കാര്യം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരെ ആളെ പറ്റിക്കുകയാണ്. KPCC പ്രസിഡന്റ് നിലയ്ക്ക് സണ്ണി ജോസഫ് പോലും ഇങ്ങനെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി
പാടില്ല. അദ്ദേഹം നിരുത്തരവാദമായി പെരുമാറുന്നത് ദുരന്തബാധിതരെ കളിയാക്കലാണ്, ദുരന്തബാധിതരെ വെല്ലുവിളിക്കലാണ്, അവരെ പുച്ഛിക്കുകയാണ്. അതൊരിക്കലും നാട് അംഗീകരിക്കുന്നതല്ല. ഞങ്ങളുടെ MP പ്രിയങ്ക ഗാന്ധിയാണ്, ദേശീയ നേതാവാണ് അദ്ദേഹം, അവർ കോൺഗ്രസിന്റെ. പക്ഷെ അവർ ഒരു പൈസ പോലും കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ വീട് കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും മാനുഷികപരമായ ഉത്തരവാദിത്വവും രാഷ്ട്രീയ ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അതൊന്നും ചെയ്യാതെ ആളുകളെ പറ്റിക്കുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്തതിന് പകരം കേരളത്തിലെ ഗവൺമെന്റ് തലയിൽ കെട്ടിവെച്ച് തടിവീരാന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല, നാട് അംഗീകരിക്കുന്നതല്ല. നന്ദി ശശീന്ദ്രൻ പ്രതികരിച്ചതിന്.